വേദിയിലും സദസ്സിലിരിക്കുന്ന ഏവർക്കും നമസ്കാരം. രാമായണമാണ് വിഷയം. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഞാൻ രാമായണത്തിനെ പരിചയപ്പെടുത്തി തരേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നെനിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. എങ്കിലും വിഷയം രാമായണം ആയതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാനും പറ്റില്ല. എന്താ? ഒന്ന്, നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് വളരെ ഉറപ്പോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? രാമായണം ഇതിഹാസത്തിലൊന്നാണ്. ഭാരതത്തിൽ 2 ഇതിഹാസങ്ങളാണുള്ളത്. ഒന്ന് രാമായണവും 2 മഹാഭാരതവും. ഇതിഹാസം എന്നാൽ അത് ചരിത്രം തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ തുടങ്ങണം എന്നാണ്. എന്താണ്? ഇതിഹാസം ചരിത്രം തന്നെയാണ്. പിന്നെ എന്താ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന ചരിത്രത്തിൽ നിന്നിൻ്റെ ഒരു വ്യത്യാസം? കാര്യം ആചാര്യന്മാർ ഈ ചരിത്രത്തിനെ ഒരു കാവ്യാത്മകമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. അതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം. അത് നമ്മൾ സാധാരണ തന്നെ ഹിസ്റ്ററിയുടെ ബുക്ക് ഇത്രയുള്ളൊരു ബുക്കാണ്, അതിൻ്റെ അകത്ത് പല 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 അധ്യായങ്ങളായിട്ടുള്ളതുണ്ടെങ്കിൽ പ്രോസാണ് പഠിക്കുന്നതെങ്കിൽ, ഇവിടെ ചരിത്രത്തിനെ ആചാര്യന്മാർ കാവ്യാത്മകമായിട്ട് നമ്മുടെ മുമ്പിലോട്ട് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് കാവ്യാത്മകമായിട്ട് മുമ്പിലോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഫീൽ കിട്ടൂല. അതിനേക്കാൾ സാധാരണ ഹിസ്റ്ററി ക്ലാസ് എങ്ങനെ ആയിരിക്കും? ഉച്ച സമയത്തായിരിക്കും, ഉറക്കം തൂങ്ങുന്ന ക്ലാസ് ആയിരിക്കും. ഇത് കാവ്യാത്മകമായത് കാരണം എന്താണ്? അങ്ങനെ ഒരു ഉറക്കം വരത്തില്ല. ഓക്കെ. മാത്രമല്ല, ആചാര്യന്മാർ കാവ്യാത്മകമായിട്ട് ചരിത്രത്തിനെ നമ്മുടെ മുമ്പിലോട്ട് വെക്കുക മാത്രമല്ല ഇതിഹാസത്തിൽ കൂടെ ചെയ്തത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർ ഈ ചരിത്രം പഠിപ്പിക്കുന്നതിൽ കൂടെ അല്ലെങ്കിൽ ഇതിഹാസത്തിനെ മുമ്പിലോട്ട് വെക്കുന്നതിൽ കൂടെ നമ്മുടെ ജീവിത ദർശനം എന്താകണം എന്നും, നമ്മുടെ കാഴ്ചപ്പാട് എന്താകണം എന്നും, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകണം എന്നും, പിന്നെയോ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. എന്താണ് എൻ്റെ വേ ഓഫ് ലൈഫ്, എന്താണ് ഗോൾ ഓഫ് ലൈഫ്, എന്താണ് എൻ്റെ വിഷൻ ഓഫ് ലൈഫ് എന്താണ് എന്ന് ആചാര്യന്മാർ ഈ ഇതിഹാസത്തിൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു. അതിനവർ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്താണ്? ടെക്നിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. അതിഗംഭീരനായിട്ടുള്ള ഒരാളെ പോർട്രേറ്റ് ചെയ്യും. അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ്. രാമായണത്തിലും അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ കാണുക? മഹാത്മാക്കളായിട്ടുള്ള അല്ലെങ്കിൽ അത് കണക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആ വ്യക്തികളും അവരുടെ മഹത്വത്തിനെയും കാണിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഇൻസ്പയർഡ് ആകും. ഇൻസ്പയർഡ് ആയിട്ട് അത് കണക്ക് നമ്മൾ ജീവിക്കണം എന്നാണ്. അപ്പം ഇവിടെ ചരിത്രമാണ് പഠിപ്പിച്ചത്. ചരിത്രത്തിനോടൊപ്പം അതിനെ കാവ്യാത്മകമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പാട്ടൊക്കെയാണ് നമുക്ക് പ്രോസ് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം. അതുകൊണ്ട് പിന്നെയോ ജീവിത ദർശനവും ജീവിത ലക്ഷ്യവും ജീവിത രീതികളെയും നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. പക്ഷേ ഇവർ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചത്? ഒരു സംശയവും വേണ്ട, നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ആത്യന്തിക ജീവിത ലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ത് ആചാര്യന്മാർ രാമായണത്തിനെ ആയിക്കോട്ടെ, മഹാഭാരതമായിക്കോട്ടെ, ഈ 2 ഇതിഹാസം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പുരാണമായിക്കോട്ടെ, അല്ലെങ്കിൽ വേദമായിക്കോട്ടെ, ഉപനിഷത്തുക്കളായിക്കോട്ടെ, എന്തിനാണ് അവസാനം നമ്മൾ ഓരോരുത്തരും ആ മോക്ഷത്തിലേക്ക്, നമ്മുടെ പരമപദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എന്തിനാ രാമായണം? നമ്മുടെ ജീവിത ദർശനം, ജീവിത ലക്ഷ്യം, ജീവിത രീതി. ഇതിനെ എങ്ങനെയാണ് ഇവർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ. നമ്മൾ നോക്കുക കുറേ കഥകളുണ്ട്. ഈ കഥകളെ നമ്മൾ എങ്ങനെയാണ് നോക്കി മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദ്യം. അതായത് നമ്മൾ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇതിഹാസങ്ങളിൽ സിംബോളിസത്തിനെ ഇവർ കൊണ്ടുവരും. ചില സ്ഥലങ്ങളിൽ ചില കഥകളെ ആ കഥകൾ മാത്രമായിട്ട് ആയിരിക്കരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഥകളായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം ആ ഓടി നടക്കുന്ന മോനില്ലേ, മോനാണോ മോളാണോ, മോനാണെങ്കിലും മോളാണെങ്കിലും ആ കുട്ടിയെ നമ്മൾ അതിനെ കഥയായിട്ട് പഠിപ്പിക്കാം. പക്ഷെ നമ്മൾ കുറച്ച് ഉയരുന്ന സമയത്ത് ബൗദ്ധികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് എന്താണ്, ആ കഥയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള തത്വങ്ങളുണ്ട്. അതിനെ ചിലപ്പോൾ സിംബോളിക്കലി ആയിരിക്കും അവരവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. വേറെ ചില സമയത്ത് എങ്ങനെ ആയിരിക്കും? ചില കഥാപാത്രം എന്ന് നമ്മൾ പറയാൻ പാടില്ല. ജീവിച്ച എന്താണ് യഥാർത്ഥത്തിൽ ജീവിച്ചതായിട്ടുള്ള ആ വ്യക്തികൾ, അവർ ജീവിച്ച സാഹചര്യം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കണ്ട് അത് കണ്ട് നമ്മൾ പഠിക്കണം എന്നാ. അങ്ങനെ നമുക്ക് ഇതിനകത്ത് പഠിക്കാം. ഞാൻ ഓരോന്നിനും എക്സാമ്പിൾ എടുക്കും. അതേപോലെ വേറൊരു രീതി എന്താണ്? ചിലപ്പോൾ ഭഗവത്ഗീതയോ ഉപനിഷത്തോ ഒക്കെ പറയുന്നത് കണക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഉപദേശം തന്നെയുണ്ട്.
അതായത് നീ ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നുള്ള ഉപദേശമുണ്ട്. അപ്പം ഇങ്ങനെ പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമുക്ക് ഇതിഹാസങ്ങളെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പഠിക്കാൻ പറ്റുക. എങ്ങനെയാണ്? ഒന്ന്, കഥകളെ സിംബോളൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സിംബോളിക് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എടുക്കണം. ആ രീതിയിൽ നമ്മൾ എടുക്കാം. എല്ലാ കഥകളും ചിലപ്പോൾ സിംബോളിക് ആകണം എന്നില്ല. വേറൊന്നെന്താണ്? വേറെ യഥാർത്ഥത്തിൽ ജീവിച്ച ഒരാൾ, ആ ജീവിച്ച ആളുടെ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് നേരിട്ടത് എന്നതിനെ നോക്കിക്കണ്ട് അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണം. മൂന്നാമത് എന്താണ്? നേരിട്ട് ഉപദേശങ്ങളായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ 3നെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ്. എനിക്കൊരു വലിയ സമാധാനവും സൗകര്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത്യാവശ്യം മുതിർന്ന ആൾക്കാരാണ്. ഒരു 4-5 പേരൊക്കെ എൻ്റെ പ്രായത്തിനേക്കാളും ചെറുപ്പമുള്ളവർ കാണത്തുള്ളായിരിക്കും. 4-5 പേര് ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ അറിയാം എന്നുള്ള ലൈനിലാണ് ഞാനിത് പിടിക്കുക. അത് കാരണം ഞാൻ കൂടുതൽ കഥ വിശദീകരിക്കാൻ പോകുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ല. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയാണല്ലോ, രാമായണത്തിൽ യുദ്ധസമയത്ത് ലക്ഷ്മണനും ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം. കേട്ടിട്ടില്ലേ? തലോലിക്കുക ഇങ്ങനെ. അതെ, തലോലിക്കുക. കേട്ടിട്ടുണ്ടോന്ന്? ഉണ്ട്. ഓക്കെ, ലക്ഷ്മണനും ഇന്ദ്രജിത്തുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ശ്രീരാമനും ഇന്ദ്രജിത്തുമായിട്ട് അല്ല. പിന്നെ ലക്ഷ്മണനും ഇന്ദ്രജിത്തുവാ. കാര്യം എന്താ? തുല്യശക്തിയെക്കാളുപരി ലക്ഷ്മണനെ ഇന്ദ്രജിത്തിന് വധിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രജിത്തിന് ഒരു വരമുണ്ട്. അതായത് 14 വർഷം ഉറങ്ങാത്ത ആൾക്കേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇന്ദ്രജിത്തിന് ഇട്ടേക്കുന്ന വരം. ലക്ഷ്മണൻ ഇതില് എന്താണ്, ശ്രീരാമന്റെ കൂടെ വനവാസത്തിന് വരുന്ന സമയം തൊട്ട് ലക്ഷ്മണൻ ഉറങ്ങിയിട്ടില്ല എന്നാ. മനസ്സിലായില്ലേ? അതായത് ആ തപസ്സിന്റെ ബലം ആർക്കുണ്ട്? ലക്ഷ്മണനുണ്ട്. അപ്പൊ ലക്ഷ്മണനും ഇന്ദ്രജിത്തും കൂടെ യുദ്ധം നടത്തുന്നു. ആ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? ഇത്രയൊക്കെ തപസ്സൊക്കെ ചെയ്തിട്ടും കിട്ടി പണി. അത് എനിക്ക് ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു. ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, ഇന്ദ്രജിത്ത് ലക്ഷ്മണനെതിരെ ചിലർ പറയും എന്താണ്, നാഗാസ്ത്രം അയച്ചു എന്ന് പറയും. വേറെ ചില ആൾക്കാർ പറയും ഒരു വേല് പ്രയോഗിച്ചു എന്നാണ്. എന്താണെങ്കിലും ലക്ഷ്മണന് ആ വേലേറ്റു. ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണു. ആ ഒരു സിറ്റുവേഷനിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോലും എന്താണ്, വിറച്ചു പോയിന്ന കാര്യം. ഏറ്റവും അടുത്ത അനിയൻ, ഏറ്റവും അടുത്ത ആള് അവൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതി ഭഗവാന് പോലും വന്നു എന്നാണ്. ആ സമയത്ത് ആര് വന്നു? ജാംബവാൻ വന്നു. എല്ലാവരും വന്നേ. ജാംബവാൻ വന്നു, ഹനുമാൻ വന്നു, സുഗ്രീവൻ വന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്നു. അതേപോലെ സുഷേണൻ എന്ന് പറയുന്ന ഒരു വൈദ്യനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെയും കൂടെ വിളിച്ചിട്ട് എങ്ങനെ ലക്ഷ്മണനെ തിരികെ കൊണ്ടുവരാം, ബോധത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് അങ്ങ് ദ്രോണഗിരിയിൽ, ഹിമാലയത്തിൽ അവിടെ ഒരു മരുന്നുണ്ട്. എന്താ മരുന്ന്? മൃതസഞ്ജീവിനി എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് കിട്ടുവാണെങ്കിൽ, അത് വെറുതെ കിട്ടിയാൽ പോരാ, നാളെ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ലക്ഷ്മണനെ കൊണ്ടുവരാം. അപ്പോൾ ആ സമയത്ത് വേറെ ആർക്കും പോകാൻ പറ്റത്തില്ല, അത് നടക്കത്തില്ല. ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കേ ഉള്ളൂ. ഹനുമാൻജി പോകും, ഹനുമാൻജി അതിനെ കൊണ്ടുവരും എന്നാണ്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എങ്ങനെയാണോ ഇവരിതിരുന്ന് പ്ലാൻ ചെയ്യുന്നത്, ആ സമയത്ത് കൃത്യമായിട്ട് ചാരന്മാർ രാവണനെ ഇതൊക്കെ അറിയിച്ചത് കൊണ്ട് തന്നെ രാവണൻ ഹനുമാൻജിയുടെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഹനുമാനെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത് കിട്ടാതെ ഹനുമാനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാലനേമി അവിടെ അപ്പോയിന്റ് ചെയ്തു എന്നാണ്. എന്തൊക്കെയാണെങ്കിലും കഥ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഹനുമാൻ പോയി ഇത് കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ കാലനേമിയെ തല്ലി കൊല്ലുന്നുണ്ട്. ഒരൊറ്റ അടിക്കാണ് തീർക്കാന്നാ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന് ലക്ഷ്മണനെ എന്താണ് ജീവിപ്പിച്ചു എന്നാണ് കഥ. ഇതാണ് നമ്മളൊരു കഥയായിട്ട് മുമ്പിലോട്ട് വരുന്നത്. ഇത് നമുക്കൊരു അരമണിക്കൂർ വിശദീകരിക്കാനുള്ളതുണ്ട്. വാൽമീകി രാമായണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കഥയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ചിലപ്പോൾ ആചാര്യന്മാർ ഇതിൻ്റെ ഉള്ളിൽ ഒരു തത്വത്തിനെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാ. എന്താണെന്നറിയാവോ? ശ്രീരാമചന്ദ്രനെ ജ്ഞാനമായിട്ടാണ് കണക്കാക്കുക. ഭഗവാൻ ശ്രീരാമൻ ആരാണ്? ആത്മജ്ഞാനമാണ് എന്നാണ്. സീതാദേവി ഭക്തിയാണ്. ലക്ഷ്മണൻ ആരാണ്? ലക്ഷ്മണൻ തപസ് അല്ലെങ്കിൽ വൈരാഗ്യമാണ് എന്നാണ്. ശ്രീരാമൻ ആരാണ്? ജ്ഞാനമാണ്. സീതാദേവി ആരാണ്? ഭക്തിയാണ്. ലക്ഷ്മണൻ ആരാണ്? വൈരാഗ്യമാണ്. അതുകൊണ്ടാണ് ഹനുമാൻജി എന്താണ് ഇങ്ങനെ ഹൃദയം തുറക്കുമ്പോഴത്തേക്കും ആരുണ്ട് ഉള്ളിൽ? ഹനുമാൻജിയുടെ ഉള്ളിൽ ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഉണ്ട് എന്നാണ്. അപ്പം ആചാര്യന്മാരെന്താണ്? ശ്രീരാമനെ ജ്ഞാനമായിട്ടാണ് കരുതുക. അതേപോലെ ലക്ഷ്മണനെ വൈരാഗ്യമായിട്ടാണ് കണക്കാക്കുക. ഇനിയോ ഓപ്പോസിറ്റിൽ 2 പേരുണ്ടല്ലോ. ആരൊക്കെയത്? രാവണനും
ഇന്ദ്രിയത്വം. രാവണൻ ആരാ? രാവണൻ മോഹമാണ് എന്നാണ്. മലയാളത്തിലെ മോഹം അല്ല കേട്ടോ. പിന്നെന്താണ്? സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ കൃത്യ അകൃത്യ അവിവേകം എന്നാണ്. അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിലുള്ള കൺഫ്യൂഷൻ, അബദ്ധവിശ്വാസം, മതിഭ്രമം എന്നെല്ലാം പറയുന്നതാണ്. ഈ മതിഭ്രമമാണ് ആര്? രാവണൻ. ഇങ്ങനത്തെ മതിഭ്രമത്തിൻ്റെ മകനാണ് ആര്? ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ആരാണ്? കാമമാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയുന്ന സമയത്താണ് എനിക്ക് ഓരോ കാര്യത്തിനോടും ആഗ്രഹവും കാമവും തോന്നുക എന്നാണ്. ഇനി ഇവിടെ ആര് തമ്മിലാണ് യുദ്ധം? ലക്ഷ്മണനും ഇന്ദ്രജിത്തുമായിട്ടാണ്. അതായത് വൈരാഗ്യവും കാമവുമായിട്ടാണ് യുദ്ധം. ജ്ഞാനമുണ്ടെങ്കിലും വൈരാഗ്യമില്ലെങ്കിൽ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാകില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഷുഗറൊക്കെ കാണുമല്ലോ അല്ലേ? ഡയബറ്റീസ് ഒക്കെ കാണുമല്ലോ. ആവശ്യത്തിനുണ്ട് സ്വാമി, ആവശ്യത്തിന് അതുണ്ട്, വേറൊന്നും ഇല്ലല്ലോ എന്നാ. ഉണ്ട്. ഓക്കെ. നമുക്ക് ജ്ഞാനമുണ്ട്. എന്താ ജ്ഞാനം? എന്താണ്? മധുരമുള്ള കാര്യങ്ങൾ കഴിക്കരുത് എന്നുള്ള അറിവുണ്ട്. പക്ഷേ ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു ലഡ്ഡു കൊണ്ട് തരുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള വൈരാഗ്യമില്ല എങ്കിൽ ഈ ജ്ഞാനം കൊണ്ടൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ലക്ഷ്മണൻ ചേർന്ന് നിൽക്കുമ്പോഴേ രാമന് ബലമുള്ളൂ. അതായത് വൈരാഗ്യം ചേർന്ന് നിൽക്കുമ്പോഴേ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാകുള്ളൂ. പലപ്പോഴും എന്താ നടക്കുന്നതെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നടക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ ഉള്ളിലെ ആ ഇന്ദ്രജിത്തും നമ്മുടെ ഉള്ളിലെ ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധമാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുള്ള വൈരാഗ്യവുമായിട്ടുള്ള യുദ്ധമാണ്. ചില സമയത്ത് ഈ ഇന്ദ്രജിത്ത് നമ്മുടെ വൈരാഗ്യത്തിനെ അടിച്ച് മോഹാലസ്യപ്പെടുത്തും. ആ സമയത്ത് ഒന്നിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തിനാണെന്നറിയാവോ? ആ മൃതസഞ്ജീവനിക്ക് മാത്രം. ആചാര്യന്മാർ പറയും ആ മൃതസഞ്ജീവനി എന്താണെന്നറിയാവോ? അത് ഭക്തിയാണ് എന്നാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിനെ കുഴപ്പിക്കുന്നതായിട്ടുള്ള ഷുഗറുള്ള സാധനം ഞാൻ മേടിച്ച് കഴിക്കൂല. ആ ഒരു സ്നേഹമാണ് എനിക്ക്. അതേപോലെ യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ വൈരാഗ്യത്തിന് ബലം കിട്ടും. കാമത്തിൻ്റെ പുറകെ പോകില്ലെന്ന്. എവിടാണ് ഈ ഭക്തി ഇരിക്കുക? ഭക്തി ഇരിക്കുന്നത് ശ്രദ്ധയുടെ വിശ്വാസത്തിൻ്റെ മലയായിട്ടുള്ള ദ്രോണഗിരിയിലാണ് എന്നാണ്. ആ ദ്രോണഗിരിയിൽ ഗുരുവായിട്ടുള്ള ഹനുമാൻജി, കാര്യം ഹനുമാൻജിയെ ഗുരുസ്വരൂപനായിട്ടാണ് നമ്മൾ കരുതുക. ആ ഹനുമാൻജി പോയി ദ്രോണഗിരിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ദ്രോണഗിരിയോടുകൂടി ഈ ഭക്തിയെ കൊണ്ടുവന്ന് ആ ശിഷ്യന് കൊടുക്കുന്ന സമയത്ത് ആ ലക്ഷ്മണന് അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിനോട് ആ ഭക്തിയെ ചേർത്ത് വെക്കുന്ന സമയത്ത് വീണ്ടും വൈരാഗ്യം ഉണരും എന്നാണ്. കഥ വളരെ സിമ്പിളായിട്ട് അവർ പറഞ്ഞു വെച്ചു. പക്ഷേ അതേപോലെ ഈ ഒരു തത്വത്തിനെ അവർ ആ കഥയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഇങ്ങനെ പല 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 കഥകളുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ബാലിയുടെ കഥയായിക്കോട്ടെ, വിരാതൻ്റെ കഥയായിക്കോട്ടെ, സീതാദേവിയുടെ കഥയായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ആധ്യാത്മിക മൂല്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ധാരാളം കഥകളുണ്ട്. അപ്പം നമ്മൾ ഇതിനെയും മനസ്സിലാക്കണം. രാമായണം ഇവിടെ ഓടി നടന്ന മോക്ക് നമ്മളൊരു കഥയായിട്ട് പറഞ്ഞു കൊടുക്കും. അവൾ വളരുന്ന സമയത്ത് അവൾക്ക് ഇതിൻ്റെ ഒരു തത്വത്തിനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പഠിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊരു രീതിയിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. ഇനി വേറൊന്ന് രാമായണത്തിലെ ചില ആളുകൾ, കഥാപാത്രങ്ങൾ, അവർ ചെയ്തത് എന്താണെന്ന് നോക്കി അതേപോലെ ചെയ്യാമെന്ന രസകരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ട്. എന്താ ഇൻസിഡൻറ്റ്? ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടുന്നത്, ഫസ്റ്റ് ചാട്ടം. ആ കഥ അറിയത്തില്ലേ? തല ഉലുക്കി അറിയാമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ പറയാൻ പോകും. അറിയാം. ഹനുമാൻ എവിടുന്നാ ചാടുന്നേ? ഇന്ത്യയിൽ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഇന്ത്യയിൽ നിന്നാണ് ചാടുന്നത്, ഭാരതത്തിൽ നിന്നാണ് ചാടുന്നത്. മഹേന്ദ്രഗിരിയുടെ മേളിൽ നിന്നാണ് ചാടുന്നതെന്നാണ്. അപ്പം കഥ അതിന് മുമ്പ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഹനുമാൻ മാത്രമേ ചാടാൻ പറ്റത്തുള്ളൂ, ഹനുമാൻ ഇതെല്ലാം മറന്നിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം തൽക്കാലം. അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിൽ കൂടെ ഹനുമാൻജി മഹേന്ദ്രഗിരിയിൽ നിന്ന് ആയം പിടിച്ച് ചാടും എന്നാണ്. ചാടും. ചാടുന്ന സമയത്ത് ആദ്യം ആര് വരും? ഇനി ഞാൻ ഈ കഥ പറയണോ? അല്ല, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അതായത് ഹനുമാൻജി ഇങ്ങനെ ചാടുന്ന സമയത്ത് ആദ്യം മൈനാക പർവ്വതം വരും എന്നാണ്. മൈനാകം വരും.
മൈനാകം വരുന്ന സമയത്ത് മൈനാകത്തിന് ആരാ വിട്ടത്? സാഗരമാണ് വിട്ടത്. കാര്യം എന്നാ, ഹനുമാൻ ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിക്ക് പോകുമ്പോൾ നമുക്കോ പോകാൻ പറ്റിയില്ല. അങ്ങനാണെങ്കിൽ ഒന്ന് ഹനുമാനെ സഹായിച്ചേക്കാം, മോനെ ഹനുമാനെ തക്കടു ഒന്ന് റെസ്റ്റ് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് മൈനാകം വരുന്ന കാര്യമല്ല. മൈനാകം വായുദേവന്റെ സുഹൃത്തും കൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോനെ അങ്കിൾ അച്ഛൻ്റെ കൂട്ടുകാരനാ, അത് കാരണം നീ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നാ. പക്ഷെ ഹനുമാൻ എങ്ങനെയാണ് മൈനാകത്തിനോട് ഡീൽ ചെയ്തതെന്നറിയാവോ? പറഞ്ഞു, ഹരിയോം, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് എന്താ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തോളാം എന്നാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഹരിയോം പറഞ്ഞിട്ട് പോകാൻ പഠിക്കണം എന്നാ. ചിന്മയാനന്ദ സ്വാമിജി പറയും, ലേൺ ടു സേ നോ വിത്ത് എ സ്മൈൽ. പുഞ്ചിരിച്ചുകൊണ്ട് പറ്റത്തില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് പറ്റാത്ത കാര്യം എന്താണെന്നറിയാവോ? ഇപ്പം എൻ്റെ അടുക്കെ ഞാൻ ചോദിച്ചു എത്ര മണി വരെ? അപ്പോൾ ആരോ പറഞ്ഞു 9 മണി വരെ എടുത്തോളാം. ഞാൻ പറഞ്ഞു ഇല്ല, കാര്യം എനിക്കറിയാന്നേ നിങ്ങളുടെ അവസ്ഥ. എൻ്റെ അവസ്ഥ എനിക്ക് തിരുവനന്തപുരം പോണേ, അതുകൊണ്ട്. പക്ഷെ എന്താണ്, ഇവിടെ വന്നാണ് പറയേണ്ട കാര്യം പറയുകയും വേണം. മനസ്സിലല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനെയും കയറി പിടിക്കേണ്ട കാര്യമില്ല. പുഞ്ചിരിച്ചുകൊണ്ട് നോ പറയാൻ പഠിക്കണം. ഹനുമാൻജി ആദ്യം എന്ത് ചെയ്തു? ആദ്യം മൈനാകത്തിനോട് പുഞ്ചിരിച്ചുകൊണ്ട്. നമ്മൾ ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയും ചിലപ്പോൾ മൈനാകം കംഫോർട്ട് സോണാണ്, നമ്മൾ കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം എങ്കിലേ നമ്മുടെ വളർച്ച നടക്കുന്നില്ല നമ്മൾ പറയും. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് നമുക്ക് ആവശ്യം, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയുന്നത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ കൂടെയും പുഞ്ചിരിച്ചുകൊണ്ട് നോ പറയാൻ നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ടോ ഇങ്ങനെ മൈനാകത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്താണ് അടുത്ത ആൾ വരുന്നത്. ആരാ വരുന്നത്? സുരസാദേവി വരും. അടുത്തത് ആരാ? സുരസാദേവി നാഗമാതാവാണെന്നാണ്. ഈ അമ്മ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഞാൻ നിന്നെ വായിൽ കാറ്റും എന്ന് പറയും ഹനുമാനോട്. ഹനുമാൻ പറയും, അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, അമ്മയെ പോലൊരു സ്ത്രീ അവിടെ രാവണൻ പിടിച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് കണ്ടെത്തണം, ദേവ് കാണിക്കണം എന്നല്ല ആദ്യം സംസാരിച്ച് നോക്കും. സുരസ സമ്മതിക്കത്തില്ല. ഞാൻ ഇപ്പം നിന്നെ വായിലാക്കും എന്ന് പറഞ്ഞിട്ട് സുരസ വാ പൊളിക്കുന്നതാണ്. ഉടനെ ഹനുമാൻ എന്ത് ചെയ്യും? ഹനുമാൻ അതിനേക്കാളും വലുതാവുന്ന. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അതേ. ഞങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അത്രയും വലുതാകാൻ സമയമില്ലാത്ത കാരണം ഹനുമാൻ ഒന്നും വലുതാകും. ഉടനെ സുരസ അതിനേക്കാളിലും വാ വിളിക്കും. ഉടനെ ഹനുമാൻ അതിനേക്കാളിലും വലുതാകും. സുരസ അതിനേക്കാളിലും വാ വിളിക്കുന്ന സമയത്ത് ഹനുമാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? ടക്കനെന്ന് പറഞ്ഞ് ചെറുതായിട്ട് വായിക്കകത്ത് കയറിയിട്ട് ചെവിക്കകത്തൂടെ ഇറങ്ങി വരുന്നതാണ് ചില രാമായണത്തിൽ. ചില ആൾക്കാർ പറയുന്നത് എന്താണ്, വായിക്കകത്ത് കയറിയിട്ട് അകത്ത് വിട്ട് തൊട്ടേ എന്ന് പറഞ്ഞ് തൊട്ടിട്ട് തിരിച്ചിറങ്ങി വന്നു. എന്താണെങ്കിലും എന്താണ്, ഹനുമാൻ വായിക്കകത്തിട്ട് കയറി ഇറങ്ങി വന്നു. ഹനുമാന്റെ ബുദ്ധി അവിടെ ഉപയോഗിച്ചു. സുരസയ്ക്കും സന്തോഷമായി. നമ്മളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ മത്സരത്തിലും കയറി പിടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചില ആൾക്കാരോട്ട് ഒരു കാര്യവും ഇല്ലാതെ മത്സരിക്കും. ഒരു കാര്യമില്ല. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വണ്ടിയിൽ പോകുമ്പോഴേ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചേട്ടൻ വണ്ടിയെ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടെ വണ്ടി ഓടിക്കുന്ന ചേട്ടനൊക്കെ പറയും, ചേട്ടാ പൊട്ടിക്കേട്ടാ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനിലും എല്ലാം വെച്ചിട്ട് ഈ വണ്ടിയെ ക്രോസ് ചെയ്യുന്നവർക്ക് ഈ പിള്ളേരെല്ലാവരും കൂടെ മറ്റേ കാറുകാരനെ കൊഞ്ഞനെ കുത്തും. ഈ കാറുകാരും വിചാരിക്കും ഈ പിള്ളേർക്ക് എന്ത് പറ്റിയെന്ന്. അതായത് ഇങ്ങനെ മത്സരം നടത്തുന്ന ഈ കാറുകാരനെ അറിയുന്ന പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തരും അനാവശ്യമായിട്ടുള്ള മത്സരത്തിൽ വായും പൊളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചെറുതാകാൻ പഠിക്കണം. നമ്മൾ ചെറുതാകാൻ പഠിക്കുന്നതും ചെറുതാകുന്നതും ഉണ്ടല്ലോ, അതൊരു തെറ്റല്ല. നമുക്ക് എന്താ, നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് താന്നു കൊടുത്തുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. അത് നയമാണ്. നയം എന്നല്ലേ എന്ന് പറയാ? ആ ഒരു നയം നമുക്ക് വേണം. ഞാൻ പറയുന്നതേ ഇല്ല, പറയാൻ മനസ്സിലായല്ലേ? ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്, വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞ് വിടുവാണെങ്കിൽ അയാളുടെ ശല്യം തീർന്നെങ്കിൽ പറഞ്ഞു വിട്ടേക്കാൻ. മനസ്സിലായില്ലേ? ഇല്ലില്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, മറ്റേതാണ്, ഇങ്ങനെയാണോ ഇത് നടത്തേണ്ടത്, അങ്ങനെ. നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലല്ലേ നമ്മുടെ സംഘടനകളിൽ എപ്പോഴും ഇടി കിടക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? ഒരു പരിപാടി നടക്കണം. ഇതിൻ്റെ അത് പല ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടായിരിക്കും. ചില ആൾക്കാർ അഭിപ്രായം മാത്രമേ പറയത്തുള്ളൂ, ഒരു പണി എടുക്കത്തില്ലായിരിക്കും. ഓക്കെ, അവർ അഭിപ്രായം പറഞ്ഞു വെച്ച് പൊക്കോട്ടേന്ന്. മനസ്സിലായില്ലേ? ഇല്ലില്ല, എൻ്റെ വാക്കാണ് അവസാനം കേൾക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ. നമ്മൾ സുരസയും ഹനുമാനും തമ്മിലുള്ള ആ ഡീലിങ്സിൽ നമ്മൾ പഠിക്കണം എന്നാണ്. വലുതായി നമ്മൾ എത്ര എന്ന് കുറച്ച് വലുതാകും. നമ്മൾ ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സന്തോഷത്തോടുകൂടി പൊക്കോളൂ എന്നാണ്. അതല്ലെങ്കിൽ ചില സമയത്ത് പറയും സുരസാദേവി ആരാണ്? ആ ഗ്രീഡാണ്. ഗ്രീഡെന്ന് പറഞ്ഞാൽ ആർത്തിയാണ്. ആർത്തിയുടെ മുമ്പിൽ എത്ര വലുതായാലും ആർത്തി വലുതാകത്തേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നീഡ്സിനെ ചെറുതാക്കി കഴിഞ്ഞാൽ ആർത്തി ഇല്ലാതാകും. അങ്ങനെ നമുക്ക് നോക്കിക്കാണാം. പോട്ടെ. അത് കഴിയുമ്പോഴാണ് മൂന്നാമത് പോകുമ്പോഴാരാണ്? സിംഹിക വരും എന്നാണ്. ആരാ സിംഹിക? ഛായാഗ്രഹണി അല്ലെങ്കിൽ സിംഹിക. മേളിൽ കൂടെ പോകുന്ന ഹനുമാന്റെ നിഴലിനെ പിടിച്ച് വലിക്കും. അങ്ങനൊരു കഴിവുണ്ട് എനിക്ക്. വലിക്കും.
അപ്പം ഹനുമാൻ നോക്കുമ്പോൾ ആരാണ്ട് താഴോട്ട് വലിക്കുന്നു. ഓ, ഇതാരോ വലിക്കുന്നു. ഹനുമാൻ നോക്കുമ്പോൾ സിംഹികയാണ്. സിംഹിയെ പറ്റി ഓൾറെഡി ഹനുമാൻ അറിയാം. കാര്യം എന്നാ, സുഗ്രീവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാര്യം സുഗ്രീവൻ ഈ നാട് മുഴുവൻ ബാലിയെ പേടിച്ച് ഓടിയിട്ടുള്ള കാരണം എല്ലാ സ്ഥലത്തിനെ പറ്റി അറിയാം, വ്യക്തമായിട്ട് ധാരണയുണ്ട്. ജോഗ്രഫിയിൽ സൂപ്പറാ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് സിംഹിക ഉണ്ടെന്ന് അറിയാം. ഹനുമാനുണ്ടല്ലോ അവിടെ തിരിച്ചു വലിക്കാൻ പോയൊന്നുമില്ല. ഹരിയോം എന്താ സ്മൈൽ ചെയ്തിട്ട് ഹരിയോം നോ എന്നൊന്നും പറയാനൊന്നും പോയില്ല. ഒറ്റ അടിക്ക് തീർത്തു എന്നാ. സി, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും അസൂയയാകുന്ന സിംഹിക പൊങ്ങി വരും. ആ സമയത്ത് അതിനോട് നമ്മൾ എന്താണ്, നയം സംസാരിക്കാനൊന്നും നിൽക്കരുത്. ഒറ്റ അടിക്ക് തീർത്തേക്കണം എന്നാണ്. ആരെ? ആ സിംഹിക. സി, ഇങ്ങനെയാണ് നമ്മൾ ആ വിജയത്തിൻ്റെ വഴിയിലേക്ക് നടക്കേണ്ടതാണ്. സി, ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ രാമായണത്തിനെ നോക്കിക്കാണാം. ഇതിൽ സിംബോളിക്കൊന്നുമില്ല. പിന്നെയോ ഹനുമാൻജി എങ്ങനെയാണ് നേരിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കത്തില്ല ഇടപെടേണ്ടത്. ചില ആൾക്കാരോട് അണ്ണാ, തമ്പി എന്നായിരിക്കും വിളിക്കേണ്ടത്. ചില ആൾക്കാർക്ക് ചവിട്ടി പിടിച്ച് പറയേണ്ടി വരും. ആണോ അല്ലയോ? ചില ആൾക്കാർക്ക് ചവിട്ടി പിടിച്ച് പറയേണ്ടി വരും. ചില ആൾക്കാർക്ക് ചേട്ടനാണ് സൂപ്പർ, ചേട്ടന് ചെയ്യണം എന്നായിരിക്കും ചിലപ്പോൾ പറയേണ്ടി വരുന്നത്. ചില ആൾക്കാർക്ക് ചേട്ടനുണ്ടല്ലോ, ചേട്ടനാണ് ഇതിൻ്റെ മെയിൻ ആള്, എല്ലാം ചേട്ടൻ നോക്കി നടത്തിക്കണം. കാര്യം അങ്ങേരെ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തിൻ്റെ അകത്തും അങ്ങേരെ ഒന്നും കുളവാക്കത്തില്ല. ഈ ഒരു നയവും ഈ ഒരു ബുദ്ധിസാമർത്ഥ്യത്തും കൂടി വേണം എന്താണ് നമ്മൾ കാര്യത്തിന് നോക്കിക്കാണാൻ. ഗംഭീരമായിട്ടല്ലേ രാമായണം ഒരു കഥയിൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യത്തിന് വെച്ച് തരിക. ഇനി ഇതല്ലാതെ നേരിട്ടുള്ള ഉപദേശങ്ങളുണ്ട് എന്നാ, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അതിഗംഭീരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഭരതനും ശ്രീരാമനെ കാണാൻ വരും. ഭരതൻ തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്താണ് അച്ഛൻ മരിച്ചത് അറിയുന്നത്. അതേപോലെ തന്നെയാണ് ചേട്ടനെ ഇവിടുന്ന് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ട് ഭരതൻ്റെ ഉള്ള കൺട്രോളാ പോയിട്ട് അമ്മയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തയൊക്കെ പറയുവേ, ഗംഭീരമായിട്ട് ചീത്ത പറയും. എന്നിട്ട് ഞാനും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഭരതനും ശത്രുഘ്നും കൂടെ എന്താണ് നേരെ കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം ലക്ഷ്മണൻ വിചാരിക്കും എന്താണ്, ഭരതൻ ആക്രമിക്കാൻ വരുന്നതാണെന്നെല്ലാം വിചാരിക്കും. പക്ഷേ ശ്രീരാമയുടെ കൂൾ എന്നെല്ലാം പറഞ്ഞിട്ട് ലക്ഷ്മണനെ കൂളാക്കിയിട്ട് ഏറ്റവും അവസാനം ഇവർ നേരിട്ട് കാണും. അപ്പം ഭരതനും എന്താണ് മരവുരിയൊക്കെ ധരിച്ചിട്ടാണ് ഈ വരിക. ആ സമയത്ത് ഭരതൻ പറയും, ഞാൻ ഒരു കാരണം വെച്ചാൽ ഞാൻ തിരിച്ചു പോകത്തില്ല, എനിക്ക് ചേട്ടൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോഴത്തേക്കും ഭഗവാൻ എത്ര കാമായിട്ടാണ് ഭരതനോട് ഇടപെടുക എന്നറിയാമോ? ഭരതൻ ഇല്ല മോനെ, അച്ഛൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ വാക്കിനെ നടപ്പാക്കേണ്ടത് നമ്മൾ മക്കളുടെ ഉത്തരവാദിത്തമാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ തിരിച്ചു പോകത്തില്ല, ഞാൻ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ഞാൻ ചാകും എന്ന് ഭരതൻ പറയും. വാൽമീകി രാമായണത്തിൽ പറയും പട്ടിണി കിടന്ന് ചാകും. ഏറ്റവും അവസാനം ഒരു നിവൃത്തിയില്ല, ഭഗവാനും വിട്ടുകൊടുക്കുന്നില്ല, ഭരതനും വിട്ടുകൊടുക്കുന്നില്ല. ഏറ്റവും അവസാനം ആരും ഒന്ന് റെഫർ ചെയ്യുന്നു, വസിഷ്ഠൻ വന്നു. വസിഷ്ഠൻ പറഞ്ഞു ഒരു പരിപാടി ചെയ്യാം, എന്താണ്, ഭഗവാന്റെ പാതുകം എടുത്തുകൊണ്ട് നീ പോയി നാട്ടിൽ ഭഗവാന് വേണ്ടിയിട്ട് ഭരിക്കട്ടെ, ഭഗവാൻ 14 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോളൂ. അങ്ങനത്തെ ഒരു ടേംസിലാണ് ഇവർ ഇത് സാധനം സോൾവ് ആക്കുന്നത്. ആ സമയത്ത് വാൽമീകി രാമായണത്തിൽ പറയുക, ഭഗവാൻ ഇദ്ദേഹത്തിനെ ഭരതനെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ഉപദേശിക്കും എന്നാണ്. ആലോചിക്കും, വലിയ പയ്യനാ, മടിയിൽ പിടിച്ചിരിക്കുക വെച്ചാൽ അത്രയും സ്നേഹത്തോടു കൂടി ഉപദേശിക്കും എന്നാണ്. പല രാജ്യതന്ത്രങ്ങളെ പറ്റിയും ഇന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഉപദേശമുണ്ട്. അയോധ്യാകാന്ഡത്തിൽ വരും, 100ാമത്തെ അധ്യായത്തിൽ അയോധ്യാകാന്ഡത്തിൽ വരും. അപ്പോൾ അതിൻ്റെ അകത്തൊരു രസകരമായിട്ടുള്ളൊരു ഉപദേശമുണ്ട്. എന്താണെന്നറിയാമോ? അതിൽ പറയും, മോനെ ഭരത, നീ ഈ 14 കാര്യങ്ങളെ വർജിക്കാറുണ്ടോ എന്നാണ്. കാര്യം ഒരു രാജാവ് ഒരിക്കലും ഈ 14 കാര്യങ്ങളുടെ അടുത്തേ പോകാൻ പാടില്ല എന്നാ. ഈ 14 കാര്യങ്ങളെ നീ വർജിക്കണം എന്നാണ്. അത് രാജാവ് മാത്രമല്ല കേട്ടോ, നമ്മൾ സാധകന്മാരും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിജയത്തിന് എന്താണ് ഈ 14 കാര്യങ്ങളെ വർജിക്കാൻ പഠിക്കണം എന്നാ. ഏതാ 14 കാര്യങ്ങൾ? ഞാൻ ശ്ലോകമായിട്ട് ഞാൻ പിടിക്കുന്നില്ല, എങ്കിൽ കൂടെ ഓരോന്നായിട്ട് പറയാം. അതായത് നാസ്തിക്യമനൃതം ക്രോധം പ്രമാദം ദീർഘസൂത്രത എന്ന് പറഞ്ഞിട്ട് ശ്ലോകമാണ്. പക്ഷെ ഞാൻ ആ 14 കാര്യങ്ങൾ ടക്ക് 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 എന്ന് പറഞ്ഞ് പോയിന്റായിട്ട് പിടിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? നാസ്തിക്യം, വിശ്വാസം ഇല്ലായ്മ. അത് നമ്മൾ ആദ്യം ഒഴിവാക്കണം. ഒന്ന് അവനവനിൽ വിശ്വാസം ഇല്ലായ്മ, 2 കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിശ്വാസം ഇല്ലായ്മ പാടില്ല. നമുക്ക് അവനവനിൽ വിശ്വാസം വേണം, മോറൽ എത്തിക്സിൽ വാല്യൂസിൽ വിശ്വാസം വേണം, കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ വിശ്വാസം വേണം. അത് മസ്റ്റാണ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം നിൽക്കുന്നതെന്നാണ്, അശ്രദ്ധയുടെ പുറത്താണ്. ഇനിയോ 2 അനൃതം എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയുക. ചില ആൾക്കാരുണ്ട് നാക്കെടുത്താൽ കള്ളത്തരം പറയും. ചേട്ടാ എവിടെ ഉണ്ട്, വരാറായോ? ഇത് എത്തി, 2 മിനിറ്റിലെത്തി. എവിടെ? വീട്ടിൽ നിൽക്കുമായിരിക്കും. അപ്പോഴും ഒരു കാര്യമില്ലെങ്കിൽ ചില ആൾക്കാർ കള്ളത്തരം പറയുന്നുണ്ടോ? വീട് പറയാം 10 കിലോമീറ്റർ അപ്പുറത്താ, വരത്തില്ല.
എങ്കിലും എന്താണ് അങ്ങനെ ഒരു ശീലമായിട്ടുണ്ട്. അനൃതം ഇല്ലില്ല, കള്ളത്തരത്തിൻ്റെ അടുത്തേ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് കള്ളത്തരം എങ്ങനത്തെ കള്ളത്തരം? ആർത്തി കൊണ്ടുള്ള കള്ളത്തരം, ധനം സമ്പാദിക്കണം എന്നുള്ള പേരിലുള്ള കള്ളത്തരത്തിൻ്റെ അടുത്തേ പോകാൻ പാടില്ല എന്നാണ്. മറ്റേ കള്ളത്തരം പറയാൻ പാടുണ്ടോ? അതും പാടില്ല. എങ്കിലും പ്രധാനമായിട്ട് എന്താണ്? ആർത്തി കൊണ്ടുള്ള കള്ളത്തരം പാടില്ല എന്നാണ്. അനൃതം, ക്രോധം, ദേഷ്യം, അതുണ്ടോ? തല്ലുലുക്കി തന്നെ ഉണ്ടെങ്കിലും സ്വാമി അതിൽ ഞങ്ങൾ മെയിനാണെന്നാ. എന്നിട്ട് ചില ആൾക്കാർ ഈ ക്രോധത്തിനെ അങ്ങ് എന്താണ് അങ്ങ് പുകഴ്ത്തി വെച്ചൊരു വേറെ, ഞാൻ അങ്ങനെ ഇങ്ങനൊന്നും ദേഷ്യപ്പെടില്ല, പക്ഷെ ദേഷ്യപ്പെട്ട എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, ഞാൻ ആരാണെന്ന് അറിയും, ഈ ബഹളവാ. കണ്ടോടാ, സി ടെമ്പററി ഇൻസാനിറ്റി ആണ് ദേഷ്യം എന്നാണ്, വട്ടാണെന്ന് മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് പോലും മറന്നു പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ദേഷ്യം. ഒരു രാജാവ്, ഒരു സാധകൻ ഒരിക്കലും എന്താണ് ദേഷ്യത്തിന് അടിമപ്പെടാൻ പാടില്ല. നാസ്തിക്യമനൃതം ക്രോധം. അടുത്തത് പ്രമാദം. പ്രമാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന വീഴ്ച. ഞാൻ ചെയ്യേണ്ട ധർമ്മം ചെയ്യാതിരിക്കലാണ് പ്രമാദം. ഞാൻ അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്, ചേട്ടനാണ്, ചേച്ചിയാണ്, എൻ്റെ ഔദ്യോഗിക കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമല്ല ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്, പിന്നെയോ എല്ലാത്തിനെയും ഞാൻ നോക്കിക്കാണണം. എൻ്റെ ഡ്യൂട്ടിയിൽ ഞാൻ വീഴ്ച വരുത്താൻ പാടില്ല. പ്രമാദം. പിന്നെയോ ദീർഘസൂത്രത. അത് അടിപൊളി സാധന. എന്താ അത്? പ്രോക്രാസ്റ്റിനേഷൻ, വെച്ച് താമസിപ്പിക്കൽ. നമ്മൾ ഒരു സാധനം ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യൂല, എന്നാൽ ഇത് കൊടുക്കേണ്ടത് അത് മറ്റന്നാൾ. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെ ചെയ്യാം, ഇതായിരിക്കും നമ്മുടെ ഒരു ലൈൻ. ഇല്ലില്ല, ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തിന് മുമ്പേ ചെയ്തു തീർത്തിട്ടുണ്ടായിരിക്കും. മറ്റന്നാളാണ് വേണ്ടെങ്കിൽ അവർ ഇന്നേ റെഡി ആയിട്ടുണ്ടായിരിക്കും. ഒരു കാരണവശാലും ഒരു സാധകനോ ഒരു രാജാവോ എന്താണ് വെച്ച് താമസിപ്പിക്കരുത്. ദീർഘസൂത്രത. അദർശനം ജ്ഞാനവത. അതെന്താണ്? വിവേകളിൽ നിന്ന് ഓടിപ്പോകൽ. ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് പോകത്തില്ല ചില ആൾക്കാർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ പൊട്ടത്തരം അവർ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് എന്താണ് ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് പോകത്തില്ല. ഇല്ലില്ല, ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുമായിട്ടൊരു ബന്ധം വെക്കണം, സത്സംഗത്തിൽ ഏർപ്പെടണം, നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ബോധമുള്ള ആൾക്കാരുടെ, വിവേകമുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം എന്നാണ്. ഓക്കെ, അദർശനം ജ്ഞാനം. ഒരിക്കലും വിവേകളിൽ നിന്ന് ഓടിപ്പോകല്. പിന്നെയോ ആലസ്യം. അതറിയാം, എന്താണ്? മടി. അത് നമ്മൾ ചെയ്യൂല. കാര്യം എന്നാ? വയ്യ. ഇങ്ങനെ പറയത്തില്ല, ചില ആൾക്കാരുടെ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കാണും, അത് അമ്മേ അമ്മേ അമ്മേന്ന് രാവിലെ വിളിക്കുന്ന കേൾക്കാം. കാര്യം എന്നാ? വരുമ്പോൾ എന്നാടാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ അമ്മേ, കട്ടിലേന്ന് എണീക്കാൻ വയ്യ. ആലോചിച്ച് നോക്കിയേ, ജാതി മടിയാ. മടി. ആ മടിയിൽ നിന്ന് നമ്മൾ ഓടിപ്പോണം. പിന്നെയോ പഞ്ചവൃത്തിതം. എന്താണ്? അഞ്ചെന്താണ്? ഇന്ദ്രിയങ്ങളുടെ അടിമയാകാതിരിക്കുക. പിന്നെയോ ഏകചിന്തനമർത്ഥാനം. ഒറ്റ ബുദ്ധിയായിട്ട് നമ്മൾ ചെയ്യുക. അതായത് വേറെ ആരുടെ കയ്യിൽ നിന്നും ഗൈഡൻസ് എടുക്കാതെ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് ഉപദേശത്തിനെ സ്വീകരിക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു സാധനമുണ്ട്, അനർത്ഥൈശ്ചൈക മന്ത്രണം. എന്താണ്? തെറ്റായ ആൾക്കാരിൽ നിന്ന് ഉപദേശത്തിനെ സ്വീകരിക്കാനും പാടില്ല. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നേരായിട്ടുള്ള അറിയാവുന്ന ആൾക്കാരിൽ നിന്ന്, ബോധമുള്ള ആൾക്കാരിൽ നിന്ന് ഉപദേശത്തിനെ സ്വീകരിക്കണം. അതേപോലെ അല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഉപദേശത്തിനെ സ്വീകരിക്കാനും പാടില്ല. പിന്നെയോ മന്ത്രസ്യ പരിരക്ഷണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രാജാവായിക്കോട്ടെ സാധകനായിക്കോട്ടെ. എന്താണ്? രഹസ്യത്തിനെ സൂക്ഷിക്കാനുള്ള കഴിവ്. നിങ്ങളൊക്കെ സാധകന്മാരാണോ? തല ഉലിക്കിതാ. അതെ. സാധനയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യുക. വേറെ ആൾക്കാരെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന്. ഞാനിന്ന് രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിച്ചപ്പോൾ ദങ്ങനൊരു സാധനം വന്നു, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന്. നിങ്ങൾ സാധന ചെയ്യുക, ഭഗവാനോട് അടുത്തടുത്ത് നിൽക്കാൻ പോവുക. ഇത് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ രഹസ്യത്തിനെ സൂക്ഷിക്കാനുള്ള കഴിവ്. പിന്നെയോ മംഗളാദ്യ പ്രയോഗം. എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആ മംഗളകരമായിട്ടുള്ളതിനെ പറഞ്ഞുകൊണ്ട്, ചെയ്തുകൊണ്ട്, ഭഗവാനെ ഓർത്തുകൊണ്ട്, മംഗളാചരണം ചെയ്തുകൊണ്ട്, നല്ലതിനെ ഓർത്തുകൊണ്ട് നമ്മളെന്താണ് അതിനെ തുടങ്ങണം. പിന്നെയോ ലാസ്റ്റ് പ്രത്യുത്ഥാനം ച സർവതഃ. എല്ലാവരെയും കാണുമ്പോഴും എഴുന്നേക്കേണ്ട കാര്യമില്ല എന്ന്. വില കൊടുക്കേണ്ടവന് വില കൊടുത്താൽ മതിയെന്ന്. നമ്മളുണ്ട് എല്ലാവരുടെയും മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കും. ഇപ്പം അതിൻ്റെ ഒരു നാടകമാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കേണ്ടതെന്ന്. ആവശ്യമുള്ളവൻ്റെ മുമ്പിൽ നമ്മൾ മഹാത്മാക്കളുടെ മുമ്പിൽ താണ് വീണ് നമസ്കരിക്കണം എന്നാണ്. അല്ലാത്തവൻ്റെ മുമ്പിൽ നമ്മൾ ആരും എഴുന്നേറ്റ് കൊടുക്കേണ്ടവരല്ല എന്ന്.
രാജാവിനോട് പറയുന്നതാണ്. അതേപോലെ തന്നെയാണ് സാധകൻ അറിയണം ആരാണ്. അപ്പം ഈ രീതിയിലും നേരിട്ടുള്ള ഡയറക്റ്റ് ഉപദേശമായിട്ടും രാമായണത്തിൽ, ഇതിഹാസങ്ങളിൽ നമ്മളെ വളർത്താൻ, എന്തിലേക്ക് വളർത്താൻ? നമ്മുടെ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ ആ രത്നങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അത് ചിലപ്പോൾ സിംബോളിക്കായിരിക്കാം, അത് ചിലപ്പോൾ നേരിട്ട് കണ്ട് പഠിക്കേണ്ടതായിരിക്കാം, ചിലപ്പോൾ നേരിട്ടുള്ള ഡയറക്റ്റ് ഉപദേശങ്ങളായിരിക്കാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? നമ്മളുടെ ഓരോരുത്തരുടെയും പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വായിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്, കാര്യമുണ്ട്. നമ്മളത് വായിക്കണം. തുടക്കം വായനയാണ്. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ടോൺ കേട്ടപ്പോൾ ഇല്ലയെന്ന് പറയാനല്ലേ നിങ്ങൾക്ക് തോന്നിയ? അങ്ങനെയല്ല. നമ്മളെല്ലാവരും വായിക്കണം. കാര്യം നമ്മൾ വായിക്കുന്നിട്ടാണ് നമ്മുടെ കുട്ടികൾ വായിക്കാൻ പോവുക. അപ്പോൾ അവർ ആ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ വായിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട്. വായിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, പിന്നെയോ അതിൽ കൂടെ നമ്മൾ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകണം എന്നാണ്. എല്ലാവർക്കും ഗുരുദേവൻ്റെ, ഗുരുപരമ്പരയുടെ, ശ്രീരാമസ്വാമിയുടെ, ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇതൊരു ഗംഭീര ട്രഡീഷനാണ് രാമായണ മാസം എന്നുള്ളത്. അധികം വർഷമൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടെയും നമ്മൾ ഗംഭീരമായിട്ട് കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഒരു ട്രഡീഷനാണിത്. ആ ട്രഡീഷൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ഇവിടെ 23 വർഷമായി തോന്നുന്നു അല്ലേ? ഇത് അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടി. ഈ പരിപാടിയുടെ മികവിനും ഇനി വരും നാളുകളിൽ കൂടുതൽ നന്നായിട്ട് വരാൻ, ഈ വരുന്ന 4 ദിവസം മാത്രമല്ല, ഇനി വരുന്ന വർഷങ്ങളിലും അതിഗംഭീരമായിട്ട് ഇത് വരുവാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനൊരു അവസരം ഇവിടെ വന്ന് നിങ്ങളോട് സംവദിക്കാനൊരു അവസരം നൽകിയതിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഇത്തരണത്തിൽ നന്ദി പറയുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. 2 മിനിറ്റ് എക്സ്ട്രാ എടുത്തേ. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുക്ക് തന്നില്ലേ? ആ ബുക്കിൽ ഭഗവത്ഗീത 15 അധ്യായം ഉണ്ട്. അതേപോലെ ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഓക്കെ, ഹനുമാൻ ചാലീസ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയാണ്. ഹനുമാൻജിയെ പുകഴ്ത്തിക്കൊണ്ട് തുളസിദാസ്ജിയെ എഴുതിയപ്പെട്ടാണ്. അതൊരു സിദ്ധ ഗ്രന്ഥമാണെന്നാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും വായിക്കുന്നതാണ്, പഠിക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യപാരായണം ചെയ്യാം. വളരെ നല്ലൊരു കാര്യമാണ്. 15 അധ്യായം ഭഗവത്ഗീതയുടെ സാരസംഗ്രഹമാണ് 15 അധ്യായം. ഈ വർഷം ചിന്മയ മിഷൻ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഭഗവത്ഗീതയുടെ പാരായണത്തിന്. ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാം. അതേ നാരായണീയ സമിതിയിലെ ആൾക്കാർ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ചെങ്ങന്നൂർ അതിനുള്ള മത്സരം കാണും. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് മത്സരം നടത്താം, അതും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും അതിന് പഠിച്ച് നിങ്ങളതിൻ്റെ മത്സരത്തിൻ്റെ ഭാഗമാകണം. ഫസ്റ്റ് റൗണ്ട് നോക്കി ചൊല്ലാം. പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്മാനം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ റൗണ്ട് തൊട്ട് കാണാതെ ചൊല്ലേണ്ടി വരും. സംസ്ഥാന തലത്തിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് ഉള്ള ആൾക്കാരെ നമ്മൾ ഹിമാലയത്തിൽ സന്ദർശനം അവിടെ കൊണ്ടുപോകും. അതേപോലെ കുരുക്ഷേത്രത്തിൽ ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലത്ത് ഭഗവത്ഗീത പാരായണം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഇതിനൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഭഗവത്ഗീത 15 അധ്യായം നിത്യപാരായണം ചെയ്യുന്നത് തന്നെ പുണ്യമാണ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ബുക്ക് തന്നിട്ടുണ്ട്, നിങ്ങളത് പഠിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാളും വലിയ കാര്യം. എൻ്റെ ഫോൺ നമ്പർ അതിൻ്റെ അകത്തുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.